ചേച്ചി ഇപ്പം ചേട്ടാ അവാർഡൊക്കെ മേടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെ നോക്കി കാണുന്നു അതിനൊക്കെ? ചേച്ചി വന്നതിൻ്റെ ഐശ്വര്യമാണ്. ചേച്ചി എങ്ങനെ പറയുന്നുണ്ടോ? ഞാനല്ല എങ്ങനെ പറയണ്ടേ, സ്വയം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്പു നിങ്ങൾ വിളിക്കില്ലേ, ഇതാ നോക്കൂ സ്വപ്പുവിനെ കാണും അങ്ങനെയൊക്കെ പറയുന്നത്. വേണ്ട, അങ്ങനെയൊന്നും വേണ്ട. ശരിക്കും എൻ്റെ ഐശ്വര്യം തന്നെ. അത് ഈ സമയത്ത് കിട്ടേണ്ടത് ഏട്ടന് മുന്നേ വിധിച്ചു. അപ്പോൾ ഈ സമയത്ത് കിട്ടി. അപ്പോൾ ഇനി അടുത്ത നിങ്ങളുടെ ടൈറ്റിലും കൂടെ ഞാൻ പറഞ്ഞുതരാം. ക്രിസിൻ്റെ ഐശ്വര്യക്കേട് കാരണം ദിവ്യയ്ക്ക് അവാർഡ് കിട്ടിയില്ല, ക്രിസിന് കിട്ടി. അതല്ലേ നിങ്ങൾ ഉണ്ടാക്കാൻ പോണത്? അതില്ല. ഓക്കെ, എന്നാ കുഴപ്പമില്ല. അല്ല, ഇന്ന സമയത്ത് നിങ്ങൾ കിട്ടണം എന്നില്ലേ, ഓരോ സമയത്തും സംഭവിക്കേണ്ടത് സംഭവിക്കും. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം ആയിരുന്നത് അത് ഓക്കെ. അത് ഞാനിവിടെ വന്നതുകൊണ്ട് അല്ല അതിൽ ഞാനും കൂടി ഉൾപ്പെട്ടുകൊണ്ട് ഞാൻ ഒരുപാട് സന്തോഷം. ഞാൻ വന്നത് കഴിഞ്ഞ ശേഷം കിട്ടിയതിൽ അതിനേക്കാളും സന്തോഷം. എനിക്ക് വരാൻ പറ്റിയില്ല, കാണാൻ പറ്റിയില്ല. ഈ ന്യൂ ഇയർ ഇനി എന്തൊക്കെയാണ് വിശേഷങ്ങൾ, പരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ? ഇതാ ഇനിയിപ്പോൾ ഇത് എങ്ങോട്ട് പോകണമെന്ന് ഒരു വൃത്തമില്ല. സാരക്കുട്ടി കാറിലുണ്ട്. അതുകൊണ്ട് മോൾക്ക് ഇതൊന്നും കാണാനും പറ്റിയില്ല. പിന്നെ തിരുവനന്തപുരത്തോട്ട് പോകണോ ഇല്ല, നേരെ ഇനി നേരെ എറണാകുളം പോയി നമ്മൾ എന്താ കറങ്ങി. നിങ്ങൾ പറഞ്ഞ ഹണിമൂണൊന്നല്ല, മക്കളെല്ലാവരും കൂടി ഫാമിലി ആയിട്ട് പോകും എൻ്റെ നാട്ടിൽ കണ്ണൂർ. അപ്പോൾ ക്രിസ്മസ് വരെയാണ്, നാളെ വരെയാണ്, അപ്പോൾ ഇനി ന്യൂ ഇയർ വരെയാണ്. അപ്പോൾ പ്രേക്ഷകർക്കൊരു വിശ്വാസം കൊടുക്കുക. മെരി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഇനിയിപ്പോൾ മറ്റു നാട്ടിലുള്ളവർക്ക് ഫെലീസ് നവിദാദ്. ഇനിയിപ്പോൾ എല്ലാവർക്കും പുത്താണ്ട് വാഴ്ത്തുക്കൾ, ക്രിസ്മസ് നാൾ വാഴ്ത്തുക്കൾ. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ, പുതുവത്സരാശംസകൾ. ഇനി ആരാണ്? ചേച്ചിക്കും ചേച്ചിക്കും പറയാം. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ചേട്ടൻ്റെ 2 വരി പാട്ട്. ഓ, ഏതാ?